ഹലോ, ആം സ്പാർക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന നറൂട്ടോ അൾട്ടിമേറ്റ് നിഞ്ച സ്റ്റോമിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ കാണിച്ച സപ്പോർട്ടിന് വളരെയധികം താങ്ക് യു. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ നോ റാങ്കിലെ മൂന്നാമത്തെ മിഷനായ ലേൺ ടീം വർക്കാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് കളിക്കണമെങ്കിൽ റിക്വയർഡ് മിഷൻ എക്സ്പി 5. മിഷൻ എക്സ്പി നമുക്ക് 0 ആണ്. ബട്ട് വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി റാങ്ക് മിഷൻ അൺലോക്ക് ആയായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേതെങ്കിലും കളിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, പ്ലേ ടൈം 41 മിനിറ്റ് വേണം. ഓക്കെ, എന്തോ സംഭവിച്ച് ഞാൻ എന്തിലോ പ്രസ് ചെയ്ത് 1000 സ്റ്റെപ്പ് നടക്കുന്നതിൽ മിഷൻ. ഓക്കെ, അങ്ങനെ സി റാങ്ക് മിഷൻ. ഓക്കെ, സി റാങ്ക് മിഷൻ അൺലോക്ക് ആയി. അപ്പോൾ നമുക്ക് സി റാങ്ക് മിഷനും അൺലോക്ക് ആയിരിക്കുന്നു. 19 ഒബ്ജക്റ്റ് ലെഫ്റ്റ്. ഓക്കെ, നമുക്ക് മിഷൻ എക്സ്പി 5 ആയിരിക്കുന്നു. അതിനർത്ഥം നമുക്ക് നോ റാങ്കിലെ ലേൺ ടീം വർക്ക് കളിക്കാം. നെക്സ്റ്റ് അക്സെപ്റ്റ്. ഓക്കെ, നമ്മൾ ഫൈനലി നെക്സ്റ്റ് മിഷനിലേക്ക് കിടക്കുകയാണ്. സമ്മറി വായിക്കേണ്ടവർക്ക് വായിക്കാം. നെക്സ്റ്റ്. അപ്പോൾ ഓക്കെ, കക്കാഷീസ് മോസ്റ്റ് വാല്യുബിൾ ലെസൺ അറ്റാക്കിംഗ് ടീം വർക്ക്. ഇതാണ് മിഷൻ്റെ പോയിൻ്റ്. ഓക്കെ, ബിഗിൻ. ഓക്കെ, ഇനി അങ്ങോട്ട് വരും തോറും നമുക്ക് മിഷൻസ് ഹാർഡായിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ കുറച്ച് എളുപ്പമാണെങ്കിൽ ബാക്കി ഹാർഡായിരിക്കും. ഇപ്പോൾ തന്നെ കക്കാഷി നല്ലോണം അഗ്രസീവായിട്ട് തന്നെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം കക്കാഷി നമുക്ക് നിന്ന് തരുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കക്കാഷി നമുക്ക് നിന്ന് തരുന്നില്ല. മാക്സിമം ഡോഡ്ജ് ചെയ്യുന്നുണ്ട്, മൂവ്മെൻ്റൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗെയിം സൗണ്ട് ഇല്ലാത്ത അതെന്തോ ബഗ്ഗാണ്. അതെനിക്ക് എപ്പോഴും ഫിക്സ് ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഉടനെ ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കക്കാഷിനെ വലിച്ച് ഒറ്റയടി. കക്കാഷി തീർന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് സാസ്കേനെ വിളിച്ച് കളിക്കാം. ഞാനിപ്പോൾ സാസ്കെ വിളിച്ച്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. സാക്കുറേനെ കൂടെ വിളിച്ചേക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബാറ്റിൽ വിൻ ചെയ്തിരിക്കുന്നത്. ടീം വർക്ക് വിൻ വിത്ത് അറ്റ്ലീസ്റ്റ് 30 ചക്ര റിമൈനിങ്. വിൻ വിത്ത് സപ്പോർട്ട് അറ്റാക്ക് ആസ് ദ ഫിനിഷിംഗ് ബ്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് രണ്ടും ചെയ്യണം. അപ്പം നമുക്ക് ഇത് ഒന്നും കൂടെ കളിക്കാം. നമുക്ക് അവർ പറഞ്ഞ ഒബ്ജക്റ്റീവ് എല്ലാം കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ അടുത്തതിലോട്ട് നമുക്ക് അൺലോക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. ട്രഷർ ബോക്സ് ആസ് അപ്പിയർഡ്. ഓക്കെ, നമുക്കത് ഒന്നുകൂടെ കളിക്കാം. എന്തായാലും അത് ഞാൻ ഒന്നുകൂടെ കളിക്കുന്നത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാനത് കാണിക്കും. ഇല്ല, കംപ്ലീറ്റ് ആവുന്നത് ഞാനിടും. 3 എണ്ണവും കൂടെ ഞാൻ കളിച്ച് നോക്കും. ആയില്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ലേൺ ടീം വർക്ക്. നെക്സ്റ്റ് അക്സെപ്റ്റ്. സമ്മറി ഒന്നും കൂടെ വന്ന്. നെക്സ്റ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മുടെ ടീംമേറ്റിനെ കൊണ്ട് ഫിനിഷ് ചെയ്യണം. ഫൈനൽ കിൽ ടീംമേറ്റ് അടിച്ച് വേണം കക്കാഷി മരിക്കാൻ. പിന്നെ 30% ചക്രയും വേണം. അതാണ് ഇതിൻ്റെ ഇത്. ഓക്കെ, അപ്പം നമുക്ക് മാക്സിമം ചക്ര യൂസ് ചെയ്യാതെ. ഓക്കെ, സാക്കുറേനെ വിളിക്കാം. ഓക്കെ, കക്കാഷി എഴുന്നേക്ക്. സാസ്കേനെ വിളിക്കാം. കാശി തീർന്നു ഓൾമോസ്റ്റ്.
കാശി അങ്ങ് തീർത്തേക്കാം. പക്ഷെ നമുക്ക് തീർക്കാൻ പറ്റില്ല, നമ്മൾ സാസ്കേനെ വെച്ച് തീർക്കാൻ നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, ഇത്രയും മതി. ഇനി അവരെ രണ്ടുപേരും വിളിക്കാം. ഓക്കെ, അവർ തീർത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കിട്ടി കാണുമല്ലോ. 30% ചക്ര ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. സെക്കൻഡ് ട്രൈ നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കി. ദാറ്റ്സ് ഗുഡ്. നെക്സ്റ്റ് ഇനിയൊരു ഹൊറർ ഗെയിം ഉടനെ വരും. അത് മൾട്ടിപ്ലെയർ ആകാൻ സാധ്യത കൂടുതലുണ്ട്, സിംഗിൾ പ്ലെയറിന് ചിലപ്പോൾ ആകാം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഒരു ഹൊറർ ഗെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് മിഷൻ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇനി കളിക്കാൻ പറ്റുമോ? കളിക്കണമെങ്കിൽ 8 വേണം, 8 പോയിൻ്റ് വേണം. ഡി റാങ്ക് മിഷനിൽ പോയാൽ നമുക്ക് 1 hour. ഓക്കെ, നമ്മൾ ഗെയിം 1 മണിക്കൂർ കൂടുതൽ കളിക്കണം, അതാണ് ഇത്. ബ്രേക്ക് ദ ടാർഗറ്റ്സ് ബ്രേക്ക് 50 or more ബ്രേക്കബിൾ ഒബ്ജക്ട്സ്. നമ്മളിപ്പോൾ എന്തോരം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്? 19 എണ്ണം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മാപ്പിന് ചുറ്റും അത് ചെയ്താൽ മതി. സി റാങ്കിൽ എന്താണ്? വാക്ക് 3000 or more സ്റ്റെപ്പ്. ഇനി 1892 മിച്ചം. ഓക്കെ, അതങ്ങനെ വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ബി റാങ്ക് ഒന്നും അൺലോക്ക് ആയിട്ടില്ല, അപ്പോൾ നമുക്ക് സി വരെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. നമുക്കിങ്ങനെ നടന്ന് ബ്രേക്കബിൾ ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഞാൻ കാണിച്ചു തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിൽ ഇപ്പം കണ്ടോ, ഇവിടെ ആ ഒരു ചുമല ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതാണ് ബ്രേക്കബിൾ ഒബ്ജക്റ്റ്. ഇങ്ങനത്തെ കുറേ കാണും മാപ്പിൽ. ചിറാക്കുറാമിനോട് സംസാരിക്കാം. നമ്മുടെ വല്ല ഉണ്ടോ ഡെലിവറി ചെയ്യാൻ? ഓർഡർ ലിസ്റ്റിൽ പോയാൽ വാൽനട്ട് വേണം. ഇവിടെ വാൽനട്ട് ഇല്ല. നമുക്ക് മാപ്പിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടും. നമുക്ക് മാപ്പ് എക്സ്പ്ലോർ ചെയ്യാം. മാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ എന്തോ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിലായിട്ടല്ലേ? അതെ, ഇവിടുന്ന് നേരെ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓടിപ്പോവാം. ബ്രേക്കബിൾ സാധനം കിട്ടിയാൽ അടിച്ചോണം, പൊട്ടിക്കണം. സാക്കുറയോട് സംസാരിക്കാൻ പറ്റും. വല്ല മിഷനും കിട്ടുമോ നോക്കാം. ഗെറ്റ് ഇൻ യുവർ ഓൺ വേ ബീറ്റ് യു അപ്പ്. എന്തേലും ആട്ടെ, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ബ്രേക്കബിൾ. ഇവിടുന്ന് നേരെ ഓക്കെ അങ്ങോട്ട് തിരിഞ്ഞാൽ മതി. ഓക്കെ, സ്ക്രോള് തന്നെയാണ്. പിന്നെയും സ്ക്രോൾ എന്തോ ഒരു ഉപയോഗമുണ്ട് മുന്നോട്ട് ഗെയിം കളിച്ച് പോകുമ്പോൾ. അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ സ്ക്രോൾ ഇങ്ങനെ തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്നതായതുകൊണ്ട് കളക്ട് ചെയ്യാൻ നമ്മൾ വെറുതെ കളയുന്നില്ല. അല്ല, അത് കളയാൻ പറ്റത്തില്ല. നമ്മൾ കളക്ട് ചെയ്യാൻ മാപ്പിൽ അതുവരെ കിടക്കും, കളക്ട് ചെയ്യുന്നവരെ. അപ്പോൾ മാക്സിമം കളക്റ്റും ചെയ്യാം, പൊട്ടിക്കാൻ പറ്റുന്നല്ല പൊട്ടിക്കുകയും ചെയ്യാം. കോയിൻ എടുക്കാം. ഓക്കെ, അതും കൂടെ പൊട്ടിക്കാം. ഇവിടെ എന്തോ പൊട്ടിക്കാൻ കാണിക്കുന്നല്ലോ. അത് അപ്പുറം എന്തോ ഉണ്ട്. ഇതിലേ കയറിയാൽ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് വഴിയെ മനസ്സിലായിക്കോളും. ഇപ്പം എന്തായാലും സ്ക്രോള് കളക്ട് ചെയ്തല്ലോ. ഓക്കെ, ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. മാപ്പ് ചെയ്താൽ ഇങ്ങനെ തിളങ്ങുന്ന കണ്ടോ? ഇപ്പം ഞാൻ സൂം ചെയ്ത് വെച്ചേക്കുന്നുള്ളത്. ഇവിടെ എന്തോ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് ഇതിൽ നേരെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി. ഇതിൽ നേരെ പോയിട്ട് ഇങ്ങോട്ടേക്ക്. ഇങ്ങോട്ട്. അതെ തന്നെ, ഇങ്ങോട്ട് ഇവിടുന്ന് നേരെ പോവാം. നേരെ കയറി അതെ മാപ്പിൽ ഇവിടെ ആയിട്ട്. ഇതല്ല എടുക്കണ്ട. പുറകോട്ട് പോയിട്ട് ചാട്. ഓക്കെ, ഇവിടെ ആയിട്ട് എന്തോ ഇതായിരുന്നു. ഇതല്ലാതെ എന്തോ ഉണ്ട് മാപ്പിൽ. മരത്തിന് വേണ്ട വല്ലതും ആണോ? പൊളിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെയാണ് കാണിക്കുന്നത്.
ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ എന്തോ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എന്തായാലും കിട്ടുന്ന പെട്ടിയെല്ലാം പൊട്ടിക്കാം. എന്നാൽ നമുക്കത് വിടാം. നമുക്ക് വേറെ വല്ലതും ഉണ്ടോ എന്ന് തപ്പാം. വേറെ വല്ലതും ചെയ്യാനുണ്ടോ എന്ന് തപ്പാം. ഇപ്പോൾ ഇവിടെ ഞാൻ എന്തോ കണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു നീല തിളങ്ങുന്നുണ്ട്. ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെ ആ സെയിം സംഭവം തന്നെ. ഓക്കെ, സോറി. നമുക്ക് മിഷൻ സെലക്ട് ചെയ്യാനുള്ള ആ സെയിം സംഭവം. അപ്പോൾ ഇത് കളക്ഷൻ പോയിൻ്റ്. അതിന് പറയുന്നത് കളക്ഷൻ പോയിൻ്റ് എന്നാണ്. ഇപ്പം നമുക്ക് പോകാൻ എവിടെയുള്ള ഷോപ്പുണ്ട്, ഇൻഫർമേഷൻ, മിഷൻ. ഇപ്പം മിഷനൊന്നുമില്ല കറൻ്റ്ലി. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇപ്പം സൂം ചെയ്തൊക്കെ നടത്തുക. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കാണാൻ പറ്റിയാലോ. അപ്പോൾ അതിന് ഇവിടുന്ന് നേരെ ഹൊക്കാഗെ ഓഫീസ് വഴി തിരിയണം. ഓക്കെ, ഇതിലെ ഇവിടുന്ന് ഓക്കെ ഇങ്ങനെ നേരെ അങ്ങേ അറ്റം വരെ പോവാം. അപ്പം ഞാൻ അവിടെ എത്തുന്ന വരെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തും. ഇനിയും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ ഡു കമൻറ്റ്. നമ്മൾ ആ ഗെയിം കളിക്കാൻ ട്രൈ ചെയ്യാം. കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കും. പെയ്ഡ് ഗെയിം ആണെങ്കിൽ കളിക്കാൻ ഇച്ചിരി സാധ്യത കുറവാണ്. മോസ്റ്റ് ഓഫ് ഫ്രീ ഗെയിം തന്നെ പറയുക. ഇതൊരു പെയ്ഡ് ഗെയിമാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അല്ല, വേണ്ട, കുറച്ചുകൂടെ കയറിയിട്ട് ഇവിടുന്ന് തിരിയാം. ഓക്കെ, ഇവിടുന്ന് തിരിഞ്ഞാലും മതി. അതെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ അവിടെ മാപ്പിൽ അവിടെ കാണിച്ചെടുത്ത് സ്ക്രോൾ ഉണ്ടായിരുന്നു. നമ്മളത് കാണാത്തതാണ്. ഓക്കെ, നമുക്ക് അവിടെ തിരിച്ച് പോയിട്ട് ഒന്നുകൂടെ നമ്മളത് എടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതിന് ഇതും കൂടെ ഒന്ന് എടുക്കാം. വെള്ളത്തിൽ വീണ്. ഓക്കെ, വെള്ളത്തിൽ വീണൊന്നും പറ്റില്ല. തിരിച്ച് കയറാലോ. തിരിച്ച് കയറത്തുമില്ലേ? അല്ല, ഡാഷ് ഉപയോഗിക്കാം. ഡാഷ് ഉപയോഗിക്കാനും പറ്റില്ല. ഞാൻ വെള്ളത്തിൽ കുടുങ്ങിയ. ഓക്കെ, ഒഫീഷ്യലി നമ്മൾ വെള്ളത്തിൽ കുടുങ്ങി. ഇല്ലില്ല, അവിടെ വഴിയുണ്ട്. ഞാൻ വിചാരിച്ച് വെള്ളത്തിലായെന്ന്. താണ്ട സാസ്കെ നിൽക്കുന്നു. ഇവൻ എന്നെ ഇവിടെ കാര്യം. നിനക്കെന്നെ ഇവിടെ കാര്യം. ഗെറ്റിംഗ് അപ്പ് വിത്ത് ട്രെയിനിങ് ആൻഡ് മിഷൻ ഈസ് നൈസ്. ഓൾ ഗെറ്റ് അവേ യുവർ മൈ അവേ ബോത്ത് സാക്കുറ. ഇനിയിപ്പോൾ ഞാൻ തന്നെ വേണം പോകുന്നത്. നീ ഒന്നാമത്തെ കാര്യം, ചെറുക്കൻ്റെ ആറ്റിറ്റ്യൂഡ് വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഇതിൻ്റെ മണ്ടയിലായിട്ടാണോ ഉള്ളത് ഇനി? അല്ലാതെ അവിടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതെ, അവിടെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉണ്ടായിരുന്നു. പൊട്ടിച്ച താഴെ ഇട്. ഓക്കെ, ഞാനിനി മാപ്പിൻ്റെ അപ്പുറം പോയി കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പുതിയ എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചു. ഞാനിപ്പോൾ ഇതിലെ ബിൽഡിങ്ങിന് മണ്ടയിൽ കൂടെ വരുമായിരുന്നത്. ഇപ്പോൾ റോപ്പ്. ഇത് കൊള്ളാലോ, അടിപൊളി സംഭവം. എന്നിട്ട് ബിൽഡിങ്ങിൻ്റെ മണ്ടയിലൊക്കെ കയറാൻ യൂസ് ആവും. എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് എത്തട്ടെ. ഇതിവിടെ എയറിലാണ്. ഫസ്റ്റ് ഇത് ഓഫ് ആക്കട്ടെ. പുറകിലായിട്ട് ഇവിടെ എയറിലാണെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് എയറിലുണ്ടെന്നാണ് ഇത് പറയുന്നത്. മാപ്പിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇന്നത്തെ കാലം സ്ക്രീൻ മുകളിലോട്ട് നോക്കാൻ ഭയങ്കര പാടാണ്. ഇത് ഗെയിമിൻ്റെ കൺട്രോൾ അങ്ങനത്തെ കൺട്രോളാണ്. ഓക്കെ, അങ്ങോട്ടേക്ക് നമ്മളെത്തി. തല ഇടിച്ചെങ്കിലും സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് പൊട്ടിക്കാം. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ടാണ് എന്തോ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മാപ്പിൽ കറക്റ്റ് ഇവിടെ ആയിട്ട് എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഒന്നും കാണാനും പറ്റുന്നില്ല.
അങ്ങോട്ടേക്കൊന്ന് പോവാം. അവിടെ ഒരു പെട്ടിയുണ്ട്. താഴ്പോലെ ഓക്കെ. ഈ ഒരു പെട്ടി പൊട്ടിക്കടേ, ഇടിച്ചു പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാനുള്ള പെട്ടിയല്ല. ഞാൻ ഓർത്ത് ഇത് താഴെ എന്തോ യൂസ് കാണും. ഇനിയിപ്പോൾ ഇത് ഇവിടെ എന്തെങ്കിലും ചെയ്യാനാണോ? ഇതെടുത്ത് താഴോട്ട് ഇടാം. എന്നിട്ട് നമുക്കും താഴോട്ട് പോവാം. ഓക്കെ, പെട്ടി താഴെ എത്തിയ പെട്ടി. ഇതിൻ്റെ മണ്ടയിൽ അവൻ കറക്റ്റ് അവിടെ തന്നെ കുടുങ്ങി. എടുത്ത് താഴോട്ട് ഇറങ്ങി ഇടാം. ബഗ് അടിച്ചെന്ന് ഞാൻ ഓർത്തെ, ബട്ട് ഇതിന് ബഗ്ഗായില്ല. ഈ പെട്ടി കൊണ്ട് അവിടെ ഇടണം, അങ്ങനെ വല്ലതാണ്. അന്നെനിക്ക് പെട്ടി കൊണ്ടുവന്നതിന് മുമ്പ് അവിടെ ഇടാൻ വല്ല സ്ഥലമുണ്ടോ ഞാൻ നോക്കട്ടെ. ഇവിടെ ഇടാനായിട്ട് സ്ഥലമൊന്നും കാണിക്കുന്നില്ല. പെട്ടി ഇവിടെ ഇട്ടിട്ട് യൂസും ഇല്ല. പെട്ടി ഇവിടെ ഇട്ടിട്ട് യൂസൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തൽക്കാലം പെട്ടി ഇവിടെ ഇരിക്കട്ടെ, അത് പോകത്തില്ലായിരിക്കും. നമുക്ക് വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ചെറുക്കനോട് എന്തെങ്കിലും ചോദിക്കാം. ചെറുക്കൻ എന്നാ തരാനാണ്, ഞാനും അതിലും വലിയ പൊട്ടൻ. തിരിച്ച് രാമൻ്റെ അടുത്ത് പോയി നോക്കാം. രാമനെല്ലാം മറ്റേ ഇവിടെ കളക്ഷൻ പോയിൻറ്റിനടുത്ത് പോകാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ കളക്ഷൻ പോയിൻ്റാണ്. വല്ലതും അൺലോക്ക് ആയോ? മിഷൻ ലിസ്റ്റ് ഡി റാങ്കിൽ പോയാൽ യെസ്, കംപ്ലീറ്റ് ആയി. 50 കൂടുതൽ നമ്മൾ പൊട്ടിച്ച്. മിഷൻ XP 5 പോയിൻ്റ് കിട്ടി. ഓക്കെ, ഇനി ഇപ്പം നമ്മുടെ 10 ആയിട്ടുണ്ട്. അതിനർത്ഥം നമുക്ക് ഇത് കളിക്കാൻ പറ്റും. മാസ്റ്റർ ഹൗ ടു മൂവ്. അപ്പോൾ നമുക്ക് അതോടെ ഞാൻ കളിക്കാം. അതിന് മുമ്പ് അടുത്ത വല്ലതും അൺലോക്കായോ? ഓക്കെ, അത് ഇനി 95. ഇനി 95 എണ്ണവും കൂടെ. എന്നാൽ നമുക്കിത് കളിക്കാം, മാസ്റ്റർ ഹൗ ടു മൂവ്. ഓക്കെ, നമുക്ക് ഇതും കൂടെ കളിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഇത് കുറേ പാർട്ട് കാണും ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സമ്മറി വായിക്കേണ്ടവർക്ക് വായിക്കാം. പോസ് ചെയ്തിട്ട് അതായത് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ദ നോളജ് ഓഫ് എ നിഞ്ച മാസ്റ്ററിങ് മൊമെൻറ്റ് എന്നാണിത് ചാപ്റ്ററിൻ്റെ പേര്. കക്കാഷി there you are. What's the mission, Kakashi sensei? Don't get too excited, it's a real simple one. How simple? Go catch 5 cats belonging the woman up ahead of simple mission. Really, that's it? Of course, I want to easy. You need to make moves like a ninja can make it. I don't need drawing. Okay, let's see how you do. Okay, 5 cats. You can tap on the screen during a mission to restart. You can tap to cancel the mission. Okay, നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നില്ല. ഫസ്റ്റ് ക്യാറ്റ് ദേ. I'll catch those. 3, 2, 1, go. Catch. ഇത് അടുത്ത് ഇവിടെ. ഞാൻ വിചാരിച്ചത് ഒരെണ്ണേ കാണുള്ളായിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് തീർന്നെന്ന് ഞാൻ ഓർത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ മണ്ട ഞാനെങ്ങനെ പോവും? ഇത് റിയൽ ടാസ്ക് ആണല്ലോ, ഇതിൻ്റെ മണ്ട കയറേണ്ടത്. വേറെ വല്ല ബിൽഡിങ്ങും ഉണ്ടോ കയറാൻ? ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ മണ്ടയിൽ ജമ്പ് ചെയ്ത് നൂല് സ്ട്രിങ് വഴി നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് നൂലിൽ തൂങ്ങി ഒരു സംഭവം ചെയ്തില്ലായിരുന്നു. അത് ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് മുമ്പ് ക്യാറ്റ് എവിടെയായിരുന്നു? ബിൽഡിങ് ക്യാറ്റ് ഇതിൻ്റെ പുറകിൽ.
ക്യാറ്റ് ഇതേ ഇവിടെ. അപ്പോൾ നമുക്ക് നിഞ്ച ഡാഷ് ഇട്ടാലും അതെ. ഓക്കെ, നമുക്ക് ഇങ്ങനെ കയറിയാലും മതി. ഓ, ഇപ്പം താഴെ പോയാനെ. ക്യാച്ച്. ഒക്കെ രണ്ടാമത്തെ പൂച്ചയും കിട്ടി. ഇനി 3 എണ്ണവും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. 5 പൂച്ച എന്നാണ് പറഞ്ഞത്. 5 ക്യാറ്റ്സ്. ഓ, തവടെ. ഇത് മിക്കവാറും നൂലെ തൂങ്ങിയാലേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, നോക്കാം. മിഷൻ സ്റ്റാർട്ട്. പൂച്ച അവിടെ, നമ്മളിവിടെ. ഓക്കെ, ഞാനിവിടെ. ഓക്കെ, നൂലിലെത്തി. ഓക്കെ, 1 2 3. ഓ, നമുക്ക് പതിയെ ഇങ്ങോട്ടേക്ക് സൈഡിലോട്ട് ചേർന്നിട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ? ടാപ്പ് ടു ഫിനിഷ്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, പൂച്ചേനെ കിട്ടി. 3ാമത്തെ പൂച്ചയും കിട്ടി. പൂച്ച നോക്കുന്ന കണ്ടോ. ഇനി 2 എണ്ണം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓ, ഇത് ജയിലിനകത്താ. അടിച്ച് പൊട്ടിക്കണം ഇത്. ഓ, പെട്ടി കൊണ്ടിടണം. അപ്പോൾ ആ പെട്ടിയാണ് ഇവിടെ. അങ്ങനെ വല്ലതും ആണോ? പെട്ടി ഇവിടെ ഒന്നും കാണുന്നുമില്ല. ഇത് അടിച്ച് പൊടിക്കുമ്പോൾ പെട്ടി എന്ത് 300 സെക്കൻഡേ ഉള്ളു. 100 സെക്കൻഡ് ഉണ്ട്. എങ്കിൽ പോലും പെട്ടി ഇത് എവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് കൊണ്ടുപോകാം. പെട്ടിക്ക് നല്ല കനമായതുകൊണ്ട് നറൂട്ടോയ്ക്ക് എടുക്കാൻ ഇച്ചിരി പാടുണ്ട്. എങ്കിലും പ്രശ്നമില്ല, കൊണ്ടിട്ടോളും. അപ്പോൾ ഈ വീഡിയോ ഇത്തിരി ലോങ് ആയിരിക്കും, കാരണം നമ്മൾ 2-3 മിഷൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ 23 മിനിറ്റ് റെക്കോർഡിങ്. പെട്ടി ഇവിടെ ഇട്ട് ഇനിയിപ്പോൾ അതിനകത്ത് കയറാം. ഓ, പൂച്ചേനെ എടുക്കാം. ഞാൻ വിചാരിച്ച് പക്കായെന്ന്. ഓക്കെ, ഇനി ഒരു പൂച്ചയും കൂടെ കാണും. 5 പൂച്ച, ഇപ്പം 4 ആയി. ഇനി ഇതായിരിക്കും ലാസ്റ്റ് 1. വിശ്വസിക്കാം, ലാസ്റ്റ് 1 അല്ലേ? ഓക്കെ, ലാസ്റ്റ് 1 തന്നെ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഡാഷ് ഉപയോഗിക്കേണ്ടത്. നിഞ്ച ഡാഷ്. ഇവിടെ നിന്നിട്ട് ഒക്കെ ഇങ്ങോട്ടേക്ക് വലിച്ചെറി. ഓക്കെ, പൂച്ച ഞാനെത്തി. ഇത് എളുപ്പമായിരുന്നു. ആകെ പാടുണ്ടായിരുന്നത് മറ്റേതായിരുന്നു. 3ാമത്തെ ക്യാറ്റിനെ പിടിക്കുന്നതാണെന്ന് തോന്നുന്നത്. നൂലെ തൂങ്ങി നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരെണ്ണം ചെയ്തത് അതായിരുന്നു ഇവിടെ പാട്. ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു. ഹൗ വാസ് ദാറ്റ്? നൈസ് ജോബ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു മിഷനും കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സന്തോഷം കൊണ്ട മുഖത്തെ. ക്യാച്ച് 5 ക്യാറ്റ്സ്. വാൽനട്ട് 5 എണ്ണം കിട്ടി. പേയ്മെൻറ്റ് ഐറ്റം. ഓക്കെ, അതിനർത്ഥം നമുക്ക് റാമനെടുത്ത് പോകാമോ? ഇച്ചിറാക്കു റാമൻ. ഡെലിവർ റാമൻ. ഓർഡർ ലിസ്റ്റിൽ. ഓക്കെ, വാൽനട്ട് റാമൻ അൺലോക്കായി. ഡെലിവർ ചെയ്യാം. യെസ്, അങ്ങനെ വാൽനട്ടും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഒരെണ്ണവും കൂടെ ഉള്ളൂ. അത് നമുക്ക് വഴിയെ മിഷൻ കളിക്കുമ്പോൾ കിട്ടുമായിരിക്കും. വാൽനട്ട് റാമൻ ഈസ് ഡൺ. ഇനി കഴിക്കാൻ വിളിക്കുക. കഴിക്കാണ്ടിരിക്കുക. കഴിക്കാതെ ഒരു കാര്യമില്ല. നറൂട്ടോ റാമൻ. റാമൻ നറൂട്ടോ. അങ്ങനെയാണ് സംഭവം. സൈക്കിളാണത്. ഓക്കെ, ഇനിയുള്ളത് മെയിന റാമൻ. ഓക്കെ, അതിനെന്തോ വേണം. അത് വഴിയെ കിട്ടിക്കോളും. നമുക്കിനി കംബാക്ക് ഒക്കെ. ഓക്കെ, പിന്നെ വന്നോളാം. ഇനി ഇതിനകത്ത് കയറി ഒന്ന് നോക്കുവാണെങ്കിൽ മിഷൻ ലിസ്റ്റിൽ കളിക്കാൻ പറ്റുമോ? ഓ, നമുക്ക് ഈ മിഷനും കളിക്കാം. ഓക്കെ, ദ നോളേജ് ഓഫ് നിഞ്ച ഇംപ്രൂവിങ് എജിലിറ്റി. നമ്മൾ ഈ മിഷൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കളിക്കാം. ഇപ്പോൾ തന്നെ ഒരുപാട് ലോങ് ആയി. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഈ മിഷൻ കളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സോറി ഞാനിതിപ്പോൾ കളിക്കാത്തതിൽ.
ഇതിപ്പോൾ ഫെയിലായെന്നാണ് കാണിക്കുന്നത്. ഞാനത് ഒന്നുകൂടെ അടുത്ത എപ്പിസോഡിൽ നമുക്കിത് കളിക്കാം. എന്നാൽ അടുത്ത എപ്പിസോഡിൽ കളിക്കണ എന്തെങ്കിലും വേണം. എന്തെങ്കിലും കളിക്കാതെ ഇനി ഇത് മുന്നോട്ട് പോയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ഇനി ഗ്രാനി ആയിരിക്കും ഹൊറർ ഗെയിമായിട്ട് ഞാൻ കളിക്കാൻ പോകുന്നത്. അല്ല വേറെ ഏതെങ്കിലും ഹൊറർ ഗെയിം കളിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി നറൂട്ടോയുടെ വീഡിയോ വരുന്നത്. പിന്നെ ഞാനൊരു ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. എഡിറ്റാണ്. പിന്നെ എഡിറ്റുകൾ വരും. ഫസ്റ്റ് എഡിറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തത്. പക്ഷേ ഇനി ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. കാരണം ഞാൻ ഒരു ബിഗിനറാണ്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ.